അപ്പോൾ ഇന്നിപ്പോൾ ഞാനൊരു മധുരമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ദീപാവലി ദിവസം അത് തയ്യാറാക്കാം. ഇത് തിരുനെൽവേലിക്കാരുടെ ഒരു സ്പെഷ്യലാണ്, തിരുപാകം എന്ന് പറയുന്ന ഒരു സ്വീറ്റ്. ഇതൊരു ഹൽവയാണോന്ന് വെച്ചാൽ ഒരു ഹൽവ ടെക്സ്ചറാണ്, എന്നാലൊരു എന്താ പറയുക, കടലമാവിലൊക്കെയാണ് ചെയ്യുന്നത്. ഒരു സ്വീറ്റാണ്, നല്ല രസമാണ്, നിറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട്. മധുരമാണ്, മധുരം എന്ന് പറഞ്ഞാൽ പഞ്ചസാര നെയ്യൊക്കെ വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം. അപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ തന്നെ നല്ല പ്യുവർ കൗ ഗീ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തയ്യാറാക്കി തുടങ്ങിയല്ലോ. സ്പെഷ്യൽ സ്വീറ്റ്, ദിവാലി സ്പെഷ്യൽ തിരുപാകം എന്ന് പറയുന്ന സ്വീറ്റ്. ചേരുവകൾ: കടലമാവ് 1 കപ്പ്, പാല് 2 കപ്പ്, നെയ്യ് 1 കപ്പ്, പഞ്ചസാര 1.5 കപ്പ്, ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ. അപ്പോൾ തിരുപാകം തയ്യാറാക്കാനായിട്ട് ആദ്യം വേണ്ടത് എന്താണ്? കടലമാവ്. കടലമാവ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. 1 കപ്പാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്കൊരു ചൂടായ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിൻ്റെ പച്ച ചുവ മാറാനായിട്ടാണ് ആ ഒരു ഡ്രൈ ആക്കുന്നത്, ഡ്രൈ റോസ്റ്റ്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി പഞ്ചസാരയുണ്ട്, അതുപോലെ തന്നെ പാലുണ്ട്. ഒരു പാലൊക്കെ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നെയ്യുണ്ടാവും, മണത്തിന് ഏലക്കാപ്പൊടി. ഇതിൽ കുറച്ച് കുങ്കുമപ്പൂവും കൂടി ചേർത്താൽ കുറച്ചുകൂടി ഒരു യെല്ലോ കളർ വരും, കേസരി കളർ പോലെ. പക്ഷേ ഞാനിപ്പോൾ കളർ ചേർക്കുന്നില്ല, കാര്യം കുങ്കുമപ്പൂ എൻ്റെ കയ്യിൽ സ്റ്റോക്കില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ കുങ്കുമപ്പൂവും കൂടി ചേർത്ത് ചെയ്യുക, അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളർ ചേർത്താലും മതി. കടലമാവ് പാകത്തിന് മൂത്ത് കഴിഞ്ഞു, ഒരു മണമൊക്കെ വരുന്നുണ്ട്. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, പച്ചച്ചുവ മാറണമല്ലോ. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതേ അടുപ്പിൽ കുറച്ച് നെയ്യ് ചൂടാക്കാം. ഇതിപ്പോൾ മിൽക്കി മിസ്റ്റിൻ്റെ കൗ ഗീ 1 കപ്പാണ് നമ്മൾ ഉരുക്കാൻ പോണത്. ഇനി ചട്ടിയിലേക്ക് ചൂടായി കിടക്കുകയാണ്. അന്നേരം ഇത് പെട്ടെന്ന് മെൽറ്റായി വരും. ഓക്കെ, ഇത് മെൽറ്റായി കഴിഞ്ഞിട്ട് ഇതിൽ നിന്നും പകുതി എടുത്തിട്ട് നമ്മളിത് ഓൾറെഡി കടലമാവ് ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്ത് വറുത്ത് വെച്ചിരിക്കുവാണ്. പച്ച ചുവയൊക്കെ മാറ്റി ഞാൻ പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞു. മെൽറ്റായി കഴിഞ്ഞു, തീ ഓഫ് ചെയ്തു. അപ്പോൾ ഇത് 1 കപ്പ് നെയ്യാണ് ചൂടാക്കി മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നെയ്യ് ഉരുക്കിയ പാത്രം ഞാൻ ഇങ്ങോട്ട് മാറ്റി, അതിൽ നിന്നും ഒരു 1/2 കപ്പ് ഉരുകിയ നെയ്യ് എടുത്ത് വെച്ചു. ഇനി ഇത് വേറൊരു ചട്ടിയാണ്, വലിയ പാത്രം. ഓക്കെ, ഇത് അടുപ്പ് കത്തിച്ചിട്ടില്ല. അടുപ്പ് കത്തിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കടലമാവും ഈ നെയ്യും കൂടി ഒന്നിച്ച് യോജിപ്പിക്കും. കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഉരുക്കിയ നെയ്യും കടലമാവും കോംബോ കാണുന്നുണ്ടല്ലോ, ഈ രീതിയിലേക്ക് ആക്കിയെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം അടുപ്പ് കത്തിച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ദേ ഇപ്പോൾ അടുപ്പ് കത്തിച്ചു. അപ്പോൾ കത്തിച്ചതേ ഉള്ളൂ, ജസ്റ്റ്. അതായത് കട്ടയില്ലാണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തു. 1 കപ്പ് കടലമാവും 1/2 കപ്പ് ഉരുക്കിയ നെയ്യും ആണ് ഈ ഒരു കോംബോ. അപ്പോൾ ഒന്ന് അടുപ്പൊക്കെ കത്തിച്ച് കഴിഞ്ഞു. ഇത് ചൂടാകട്ടെ, നന്നായിട്ട് ചൂടായി ഒന്ന് തിളയൊക്കെ വരട്ടെ. ഇതേ നോക്കിക്കോളൂ, നമ്മുടെ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ കുറുകി വരും. ആ നെയ്യും കടലമാവും കൊണ്ടുള്ള കോമ്പിനേഷൻ ഇങ്ങനെ കുറുകാൻ തുടങ്ങുന്നു. ദേ ചട്ടിയിലിങ്ങനെ കാണാമല്ലോ, ദേ ഇങ്ങനെ ആയി വരുന്നു. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ 2 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യും. ഇതും ഇങ്ങനെ കുറുകി വരും, ടൈറ്റായി വരും. നമ്മൾ സ്മൂത്തായിട്ടുള്ള രീതിയിൽ ആക്കിയെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് തിക്കായി തുടങ്ങും. കൈയെടുക്കാണ്ട് ഇളക്കണം, അത് വളരെ പ്രധാനമാണ്. ഞാനിപ്പോൾ തീ കുറച്ചിട്ടിട്ടാണ് പാലൊഴിച്ചത്, പക്ഷേ ഇനിയിപ്പോൾ ഞാൻ തീ കൂട്ടി കൊടുക്കുന്നു. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. ഇതിങ്ങനെ കുറുകി ടൈറ്റായി തുടങ്ങുമ്പോൾ പഞ്ചസാര ചേർക്കും. പഞ്ചസാര ഒരു 1.5 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. മധുരം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ. ഇത് നോക്കൂ, നമ്മൾ ഈ വൈറ്റ് സോസൊക്കെ ഉണ്ടാക്കുന്ന പോലെ തോന്നില്ലേ, അതാണ്ട് പോലെ ഇങ്ങനെ തിക്കായി വരും. കാണുന്നുണ്ടല്ലോ. കുറുകി തുടങ്ങി. ഞാൻ വീണ്ടും തീ കുറയ്ക്കുന്നു. പാലും കൂടി ചേർത്തിട്ടുള്ള ഒരു പാകമാണ് ഈ കാണുന്നത്. ദേ കുറുകി വരുന്നു.
പാത്രത്തിൽ നിന്നിങ്ങനെ വിട്ട് വരുന്ന പോലെ തോന്നുന്നില്ലേ? ഇങ്ങനെ ടൈറ്റായി, മാവൊക്കെ നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. ഇപ്പോൾ ഒരു പ്രത്യേക മണമാണ്, പാല് വെന്തൊരു മണം എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ആ ഒരു മണമാണ് ഇപ്പോൾ കിട്ടുന്നത്. അപ്പോൾ കൈയെടുക്കാണ്ട് ഇളക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ നല്ല ടൈറ്റായി. പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് വീണ്ടും ലൂസാകും. ഇനി തീ കൂട്ടി കൊടുക്കാം. പഞ്ചസാര അലിഞ്ഞ് ഇതിനോടൊപ്പം ചേർന്ന് ഇങ്ങനെ ലൂസായി വരും. ഫുൾ പഞ്ചസാരയും ചേർത്തു. ഇനി ഇതിന് പ്രത്യേകിച്ചൊരു കളർ ഇല്ല, നോക്കിക്കോളൂ. ഇത് കടലമാവിൻ്റെ ഒരു കളറാണ്. ഇതൊരു പേടയുടെ കളറൊന്നും അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പാൽഗോവയുടെ ഒക്കെ ഒരു കളറാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി കുങ്കുമപ്പൂ ചേർക്കുകയാണെങ്കിൽ നല്ലൊരു യെല്ലോ കളർ കിട്ടും. അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കേസരി കളർ, യെല്ലോ കളർ ചേർത്താൽ മതി. എൻ്റെ കയ്യിൽ കേസരി കളറുണ്ട്, ഞാൻ തീരുമാനിച്ചില്ല കളർ ചേർക്കണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ. ഇതിൻ്റെ ഒരു നാച്ചുറൽ കളറിൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്കത് കാണാമല്ലോ. ഇനിയും കൈയെടുക്കാണ്ട് തന്നെ ഇളക്കണം. ഏലക്കാപ്പൊടി ഞാൻ ഇപ്പോഴേ ചേർക്കുകയാണ്. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. 1 ടീസ്പൂൺ എന്ന് പറയുമ്പോൾ ഇതിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇച്ചിരി മിക്സി ജാറിലൊക്കെ ചെയ്യുമ്പോൾ ഒരല്പം കുറച്ച് ഏലക്കയുടെ കൂടെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. അങ്ങനെ 3/4 മുതൽ 1 ടീസ്പൂൺ വരെ ഏലക്ക പൊടിച്ചത് ചേർക്കും. അപ്പോൾ നല്ലൊരു സ്വീറ്റിൻ്റെ മണം വരും. നമുക്ക് ഈ ഏലക്ക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മധുര പലഹാരങ്ങൾ, പായസം അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ ചേർക്കുന്നതല്ലേ കുറച്ച് കാര്യം. ഇനി ഇതിൽ നിന്നും വിട്ട് വരുന്നൊരു പാകം പോലെ ആയി വരും. ഇനി 1/2 കപ്പ് നെയ്യ് ഒരുക്കിയത് റെഡിയാണ്, ഇവിടെ ഉണ്ട്. അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റ് സ്റ്റേജ് ആകാറാകുമ്പോൾ നോക്കിക്കോളൂ. ഇതിപ്പോൾ ഇങ്ങനെ പാത്രത്തിൽ നിന്നും ഇട്ട് വരുന്ന പോലെയൊക്കെ കാണുന്നുണ്ടല്ലോ. ഇതൊരു ഹൽവ പാകമാണ്, നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതല്ല, മൈസൂർ പാക്ക് പോലെ അങ്ങനെയല്ല. ദിസ് ഈസ് ഡിഫറെൻറ്റ്. ഇനി കുറച്ച് നെയ്യും കൂടി ഒഴിക്കാം. 1/2 കപ്പ് നെയ്യിൽ നിന്നും വീണ്ടും കുറച്ച് എടുത്ത് ഒഴിക്കുന്നു. അപ്പോൾ ടോട്ടലി 1 കപ്പ് നെയ്യാണ് നമ്മൾ ഉപയോഗിക്കാൻ പോണത്. കാണുന്നുണ്ടല്ലോ, ഈ നെയ്യെല്ലാം ഇതിനകത്തേക്ക് കയറി പോയിക്കോളും. ഇത് ദാഹിച്ചിരിക്കുന്ന പോലെ നെയ്യെല്ലാം അതിനകത്തേക്ക് ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ആഹാ, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഭംഗിയുണ്ട്. നൈസ്. അടുപ്പിൽ നിന്നും മാറ്റാറായിട്ടില്ല, ജസ്റ്റ് ഇത് കുറച്ച് പണിയും കൂടെ ഉണ്ട്. ഇനി ബാക്കി ഇരിക്കുന്ന നെയ്യും കൂടി, ആ നെയ്യ് കഴിഞ്ഞു. ഇനി ബാക്കി വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഫുൾ നെയ്യ് ഒഴിച്ചു. ആ നെയ്യെല്ലാം കിടന്ന് ഇങ്ങനെ ആഹാ, കാണുന്നുണ്ടല്ലോ, ഫ്ലോട്ട് ചെയ്യും. പക്ഷെ ആ നെയ്യും ഇതിന് ഉള്ളിലേക്ക് പോകും. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി, കണ്ടിന്യൂസ് ആയിട്ട്, ഇടയ്ക്കിടയ്ക്കല്ല, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഒരു പാൽഗോവ പോലെ തോന്നില്ലേ? ആഹാ, കാണുമ്പോൾ തന്നെ തോന്നില്ലേ കഴിക്കാൻ? അത്ര ടേസ്റ്റാണിത്. അങ്ങനെ തിരുനെൽവേലി സ്പെഷ്യൽ തിരുപ്പാകം ഇസ് ഗെറ്റിംഗ് റെഡി. ആ കടലമാവിൻ്റെ നാച്ചുറൽ ഒരു ക്രീമിഷ് കളർ മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. കാണുന്നുണ്ടല്ലോ? യെസ്, ഇതിങ്ങനെ വിട്ട് വരുന്നൊരു പാകമായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇനി തീ ഓഫ് ചെയ്യാം. നെയ്യ് എല്ലാത്തേക്ക് പോയി, കുറച്ച് നെയ്യ് ഇങ്ങനെ കാണാം. തീ ഓഫ് ചെയ്യട്ടെ. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് വെച്ചാൽ മതി. കഷ്ണങ്ങളായിട്ട് മുറിക്കൊന്നും വേണ്ട, നമ്മൾ സ്കൂപ്പ് ചെയ്താണ് കഴിക്കുന്നത്. സംഭവം റെഡി. അങ്ങനെ നമ്മുടെ തിരുനെൽവേലി സ്പെഷ്യൽ തിരുപ്പാകം ഇസ് റെഡി. ഞാനൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു ഹൽവ പോലെയാണ് കേട്ടോ. ഞാൻ നോക്കിക്കോളൂ ടെക്സ്ചർ, ഞാൻ പറഞ്ഞില്ലേ. ആഹാ, ഇങ്ങനെ വീഴാണ് കഴിയുന്നത്. ഇങ്ങനെ തെന്നി തെന്നി പാത്രത്തിൽ നിന്ന് മാറുന്നു. നോക്കേ, സോ ബ്യൂട്ടിഫുൾ. ഈ തിരുപ്പാകം എന്നുള്ള സ്വീറ്റിന് മാച്ചിങ് ആയിട്ടാണ് ഞാനിപ്പം സാരി കൊടുത്തിരിക്കുന്നത്. ആലോചിച്ച് അറിയാണ്ടാണെങ്കിലും കറക്റ്റ് കളർ കോമ്പിനേഷനിൽ വന്നു. തിരുപ്പാകം എന്നുള്ള തിരുനെൽവേലി സ്പെഷ്യൽ സ്വീറ്റ് ഇസ് റെഡി. ഇനി ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്താണ്. ഇപ്പോൾ ഭയങ്കര ചൂടാണ്,
കുറച്ചൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് സ്കൂപ്പ് ചെയ്ത് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. ഭയങ്കര നല്ല സ്വാദാണ്. ഇതിന് എക്സ്ട്രാ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സൊക്കെ വേണമെങ്കിൽ വറുത്തിടാം കേട്ടോ. ആൽമണ്ട്സ്, നട്ട്സ്, കാഷ്യൂ നട്ട്സ്, പിസ്താഷ്യോ എന്ത് വേണമെങ്കിൽ. അപ്പോൾ കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ കേസരി കളർ ചേർക്കാം, അല്ലെങ്കിൽ കുങ്കുമപ്പൂ ചേർത്താലും മതി. എന്തായാലും അടിപൊളിയാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. നമ്മളൊരു മൈസൂർ പാക്കിനൊക്കെ നമ്മൾ ചെയ്യുന്ന അത്ര എഫേർട്ട് ഇതിന് വേണ്ട, അത്ര റിസ്ക് ഇല്ല. മൈസൂർ പാക്കൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം, അത് ഭയങ്കര ട്രിക്കിയാണ്, അത് വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. ഇതിന് അത്രയും ശ്രദ്ധ വേണ്ടത് എനിബഡി ക്യാൻ ഡു ഇറ്റ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയ പ്രത്യേകിച്ച് ഭയങ്കര എക്സ്പീരിയൻസ് ഒന്നും വേണമെന്നില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ ദീപാവലിക്ക് പറ്റുമെങ്കിൽ ഈ ഒരു തിരുനെൽവേലി സ്പെഷ്യലായിട്ടുള്ള തിരുപ്പാകം ഉണ്ടാക്കാൻ നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു സിമ്പിൾ ഒരു ഡിസേർട്ടാണെന്ന് പറയാൻ വേണമെങ്കിൽ. അതായത് ഇതൊരു കോക്കനട്ട് ഷെൽ പുഡിങ്. കോക്കനട്ട് എന്ന് പറയുമ്പോൾ ഇത് കരിക്കാണ്. ടെൻഡർ കോക്കനട്ട് ഷെൽ പുഡിങ്. ചേരുവകൾ: ടെൻഡർ കോക്കനട്ട് വാട്ടർ അഥവാ കരിക്കിൻ്റെ വെള്ളം 2 കപ്പ്, ജലാറ്റിൻ 1 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കുക, പഞ്ചസാര 1 മുതൽ 2 ടേബിൾ സ്പൂൺ മധുരത്തിനനുസരിച്ച്. അപ്പോൾ ടെൻഡർ കോക്കനട്ടിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം മാറ്റി അതിൻ്റെ വെള്ളം ഞാൻ എടുത്ത് വെച്ച് 2 കപ്പ് വെള്ളം. ഇത് കരിക്കിൻ്റെ വെള്ളമാണ്, ഇത് ടെൻഡർ കോക്കനട്ട് വാട്ടർ. അതിനകത്തെ മറ്റേ എന്താ പറയുക, അതിൻ്റെ മാംസമുള്ള ഭാഗമൊന്നും നമുക്ക് ആവശ്യമില്ല, ഇത് മാത്രമേ എടുക്കുന്നുള്ളൂ. ടെൻഡർ കോക്കനട്ടിൻ്റെ വെള്ളം, കരിക്ക് വെള്ളം. പിന്നെ ഇത് നന്നായിട്ട് കഴുകി വലിയൊരു ഓപ്പണിംഗ് ആക്കി ഇങ്ങനെ വയ്ക്കുക, അതാണ് അതിൻ്റെ ഒരു പാറ്റേൺ. പിന്നെ കുറച്ച് ജലാറ്റിൻ വേണം. ഈ ജലാറ്റിനിലേക്ക് ഇത് 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് കുമിച്ച്. അതിലേക്ക് ഇത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച്, പറ്റുമെങ്കിൽ ഐസ് വാട്ടർ ഒഴിച്ച് വയ്ക്കുക, പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇത് കുതിരാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം, അത്ര സമയം മതി. പിന്നെ ഇതിനകത്ത് ചേർക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മധുരം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഈ ടെൻഡർ കോക്കനട്ടിന് നല്ല മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാരയൊന്നും വേറെ ചേർക്കണ്ട, അല്ലാന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ജലാറ്റിൻ നോക്കി കുതിർന്ന് കഴിഞ്ഞു. അത് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് കുതിരാൻ വെച്ചത്. ഇപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ചൂടുവെള്ളത്തിൻ്റെ മുകളിലേക്ക് ഞാൻ ഇറക്കി വയ്ക്കുന്നു. ആ ഒരു ചൂട് കൊണ്ട് ഈ ജലാറ്റിൻ ഒന്ന് ഉരുകട്ടെ, മെൽറ്റായി വരും. അപ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പ്. ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഇരുന്ന് പെട്ടെന്ന് തന്നെ അത് മെൽറ്റായിക്കൊണ്ടിരിക്കുന്നു, നോക്കണോ? യെസ്, ഫാസ്റ്റ്. അപ്പോൾ ഉരുകിയ ജലാറ്റിൻ ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം, ചൂടോടുകൂടി തന്നെ ഇരിക്കട്ടെ. ജലാറ്റിൻ നന്നായിട്ട് ഉരുകി കഴിഞ്ഞു, ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. നല്ല ഫ്ലോയി കൺസിസ്റ്റൻസിയിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ജലാറ്റിനെ നമ്മൾ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആ ചൂടുവെള്ളത്തിൽ തന്നെ ഇറക്കി വെച്ചിരിക്കുവാണ്, നോക്കിക്കോളൂ. അങ്ങനെ ചൂടോടുകൂടി തന്നെ മെൽറ്റായിരിക്കും. ഇനി ഇത് കരിക്കിൻ്റെ അകത്ത് നിന്നെടുത്ത വെള്ളം, കരിക്കിൻ്റെ വെള്ളം 2 കപ്പ് കറക്റ്റ് അളവ് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇത് അത്യാവശ്യം മധുരമുണ്ട്. ഇനി മധുരമില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് പഞ്ചസാര മാത്രമേ ചേർക്കുള്ളൂ. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നു. നല്ല മധുരമുണ്ട്, അത്യാവശ്യം മധുരമുള്ള കരിക്കിൻ്റെ വെള്ളം. നല്ലൊരു ചൂടായാൽ മതി, തിളയ്ക്കൊന്നും വേണ്ട, ഒന്ന് ചൂടാവട്ടെ. പഞ്ചസാരയും അലിയും. ഇനി ഇതിനകത്തേക്ക് നല്ല ചൂടായി കഴിഞ്ഞാൽ, ഇപ്പോൾ ഏകദേശം ഒരു ബോയിലിംഗ് പോയിൻറ്റ് അവിടെ ഏകദേശമൊക്കെ എത്താറായി. ഇനി ഇതിലേക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടോട് കൂടി തന്നെ ഈ ജലറ്റിൻ നല്ല ചൂടായിട്ട് അലിഞ്ഞിരിക്കുവാണ്. ആ ചൂട് 2 മാധ്യമങ്ങളും, അതായത് കരിക്കിൻ്റെ വെള്ളത്തിൻ്റെ ചൂടും ജലാറ്റിൻ്റെ ചൂടും ഏതാണ്ട് സാമ്യം ഉണ്ടാവണം, ഏതാണ്ട് സിമിലർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ സെറ്റിങ് പ്രോപ്പർ ആവുള്ളൂ. കാണുന്നുണ്ടല്ലോ. ഇനി ഇതൊരൽപ്പം തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. തണുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. തണുത്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ടെൻഡർ കോക്കനട്ടിൻ്റെ ഷെല്ലിനകത്തേക്ക് ഒഴിക്കുന്നു. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുന്നു. ഇത് നോക്കി അടിഭാഗം ഇങ്ങനെ ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെ വെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ തേങ്ങയോ കരിക്കോ ഒക്കെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കില്ലേ, ലെവൽ സർഫസ് അല്ലല്ലോ അതിൻ്റെ അടിഭാഗം. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെത്തി വെച്ചാൽ മതി. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിക്കും. ഫില്ലിംഗ് മിശ്രിതം തണുത്ത് കഴിഞ്ഞു. ഇനി ഇത് ഈ ഒരു ടെൻഡർ കോക്കനട്ട് ഷെല്ലിനകത്തേക്ക് ഒഴിക്കും. ഇനി വേറൊന്നും ചെയ്യാനില്ല, ഇതുപോലെ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നു. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ, അത് ഞാൻ എടുത്തിട്ട് വരാം. ഇത് നോക്കി എൻ്റെ ടെക്സ്ചർ കണ്ടോ, ഇങ്ങനെ ഗിഗ്ലി ആയിട്ടിരിക്കും, ജെല്ലി പോലെ. ഒരാൾക്കൊരു കരിക്ക് കൊടുക്കാം, ആ കരിക്കോട് കൂടി എടുത്തിങ്ങനെ കഴിക്കുന്ന ഒരു സീനല്ലേ ചോദിക്കേ. ഇങ്ങനെ
വാവ്. ആഹാ, ഇനി പറയാൻ വാക്കുകളില്ല. എക്സലൻ്റ് ആണ്. ഭയങ്കര ഒരു കൂളിംഗ് ഫീൽ കേട്ടോ. അപ്പോൾ ഒരാൾക്ക് നമുക്കൊരു 4-5 കരിക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കായിട്ട് ഡെസേർട്ടായിട്ട് ഈ കരിക്കോട് കൂടി കൊടുക്കാം. അതാണ് ടെൻഡർ കോക്കനട്ട് ഷെൽ പൊടി. അപ്പോൾ ആ ആളെടുക്കുന്നു, കഴിക്കുന്നു, സ്കൂപ്പ് ചെയ്ത് കഴിക്കുന്നു. അപ്പോൾ ഭയങ്കര രസമായിരിക്കും ആ സ്കൂപ്പും കഴിക്കലും ഒക്കെ. ടു ഗുഡാണ്. ഒരു ഭയങ്കര ജെല്ലി ടെക്സ്ചർ ആൻഡ് ടേസ്റ്റ് എക്സലൻ്റ്. ആ തേങ്ങ ശരിക്കും ആ കരിക്കിൻ്റെ സ്വാദ് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ സാധിക്കും. വെറുതെ കരിക്കിൻ്റെ വെള്ളം കുടിക്കുന്ന പോലെയല്ല, ഇത് അതിൻ്റെ ഡബിൾ ടേസ്റ്റും ഒരു ഇഫക്റ്റും നമുക്ക് കിട്ടും. ഭയങ്കര കൂൾ ഫീലാണ്. പ്രത്യേകിച്ച് ചൂട് സമയത്തൊക്കെ ആണെങ്കിൽ എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയും ഗംഭീരമായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് നമ്മുടെ ദീപാവലി സ്പെഷ്യൽ സ്വീറ്റാണ്, തിരുനെൽവേലി സ്പെഷ്യലായിട്ടുള്ള തിരുപ്പാകം. വീട്ടിൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈസി ടു മേക്ക്, ടേസ്റ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സ്വാദാണ്. ഉണ്ടാക്കി നോക്കണം. പിന്നെ രണ്ടാമത്തെ ഐറ്റം ആണെങ്കിൽ അടിപൊളിയല്ലേ, നമ്മളുടെ ഒരു ടെൻഡർ കോക്കനട്ട് വെച്ചിട്ടാണ് ചെയ്തത്. അതിൻ്റെ അകത്തുള്ള പൾപ്പി ഏരിയ അല്ല, നമ്മൾ ആ വാട്ടർ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ മാജിക് അവൻ്റെ 25 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു കോമ്പറ്റീഷൻ നടത്തുകയാണ്. അതായത് ബിരിയാണി ക്വീൻ മത്സരം. അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഇമെയിൽ ID യിലേക്ക് മെയിൽ അയയ്ക്കാം. അപ്പോൾ ആ ദിവസം നിങ്ങളെ കാണാം.